കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കേന്ദ്ര നിരീക്ഷകർ ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് മുമ്പ് 63 കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് നിരീക്ഷകർ ചോദിച്ചറിയും. അജയ് മാക്കൻ, മുകുൾ വാസനിക് തുടങ്ങിയവരാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളായി കേരളത്തിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടെ ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നിർണായകമായ ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ ചരടുവലികൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. VD സതീശന്റെ വീട്ടിലേക്ക് പിന്തുണയുമായി എത്തുന്ന MLA-മാരുടെ എണ്ണമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല ഡൽഹി കേന്ദ്രീകരിച്ച് നീക്കം നടത്തുന്നു. KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിലും നീക്കങ്ങൾ നടക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ രാഷ്ട്രീയ ചർച്ച? ചരിത്ര വിജയത്തിന് പിന്നാലെയാണ് 3 നേതാക്കളുടെ പേരുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവരുടെ അനുഭാവികളും അനുയായികളും പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ തരത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രതിനിധികളെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അജയ് മാക്കൻ, അതോടൊപ്പം മുകുൾ വാസ്നിക് എന്ന പേരുകളിലേക്ക് മല്ലികാർജ്ജുന ഖാർഗെ എത്തുകയും ഇന്ന് രാത്രി തന്നെ അവരോട് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാത്രിയോടെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന ഹൈക്കമാൻഡ് പ്രതിനിധികൾ നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് വെച്ച് 63 കോൺഗ്രസ് MLA-മാരുമായി ആദ്യ നിയമസഭാ കക്ഷി യോഗം ചേരും. ആ യോഗത്തിൽ വെച്ചായിരിക്കും ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കണം എന്ന കാര്യത്തിൽ MLA-മാരുടെ അടക്കം വ്യക്തിപരമായ അഭിപ്രായം ഈ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി എത്തുന്ന പ്രതിനിധികൾ തേടുക. രഹസ്യമായി അവർക്ക് ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതിനുള്ള അവസരമൊരുക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. VD പക്ഷമാണ് ഈ ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ MLA-മാരിൽ നിന്ന് പിന്തുണ തേടുന്നതിനൊപ്പം, അതായത് അവരുടെ അഭിപ്രായം ആരായുന്നതിനൊപ്പം MP-മാരുടെയും മുൻ KPCC അധ്യക്ഷന്മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ആരായും അതിനുശേഷം ആ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്ന് ഈ ആദ്യ നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കളെ സംസ്ഥാനത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിക്കും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആരാകണം കേരളത്തിൽ മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു ചിത്രം തെളിയുക. അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എടുക്കുന്ന നിലപാട് നിർണായകമായി മാറും എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചനകൾ. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ 3 മുതിർന്ന നേതാക്കളും ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും വിഷയത്തിൽ നിർണായകമായി മാറുകയെന്നാണ് സൂചന. അതാണ് സാഹചര്യം. സോണിയാഗാന്ധി നിർണായകമാകും. സോണിയാഗാന്ധിയുടെ നിലപാടുകൾ സാധാരണ രീതിയിലുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ല. ഇത്തവണ സങ്കീർണതകൾ ഏറെയുണ്ട്. രമേശ് ചെന്നിത്തല എന്തായാലും സോണിയാഗാന്ധിയെ കണ്ടു കഴിഞ്ഞു. എന്ത് സംഭവിക്കും? നാളത്തെ ദിവസം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.